ഹലോ ഫ്രണ്ട്സ്, റോയൽ സ്റ്റാർ വാട്ടർ ടെക്നോളജീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കോട്ടയത്തെ പുതുപ്പള്ളിയിലാണ്, നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ മണ്ഡലത്തിൽ. അപ്പം നമുക്കിവിടെ ഒരു റബ്ബർ ഫാക്ടറിയിൽ ഒരു ഫിൽറ്ററിന്റെ മെയിൻ്റനൻസും അതിൻ്റെ അവിടെ തന്നെ ഒരു 13-14 ഫിൽറ്റർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനും ഉണ്ട്. അതിന്റെ വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം പുതുപ്പള്ളിയിലെ അതിമനോഹരമായിട്ടുള്ള പാടത്തിന്റെ അടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നല്ല ദൃശ്യഭംഗിയുള്ള സ്ഥലമാണ് പുതുപ്പള്ളി എന്ന് പറയുന്നത്. ഈ പുതുപ്പള്ളിയുടെ റോഡിനെ പറ്റിയല്ലടാ എല്ലാവരും പ്രശ്നം പറഞ്ഞത്. ഞങ്ങൾ വന്നിട്ട് ഇവിടെ റോഡിന് പ്രശ്നമൊന്നും ഇതുവരെ കണ്ടില്ല കേട്ടോ. ഇതല്ലേ ഇവിടെ ഈ പാടം ഉള്ളത് കൊണ്ട് തന്നെ ഈ വെള്ളം ഇങ്ങനെ കലങ്ങി വരുന്ന ഒരു ഇതാണ് എല്ലാവർക്കും കിട്ടുന്നത്. ഭയങ്കര ടെർബിഡിറ്റിയും കലക്കലുമായിട്ടുള്ള ഒരു ഇതാണ്. ഇവിടെ 2-3 കളർ ഷെയ്ഡ് നിങ്ങൾക്ക് കാണാം. ഇത് കണ്ട പായലായിട്ടുള്ള വെള്ളവും അത് കഴിഞ്ഞ് കലങ്ങി അഴുക്കായിട്ടുള്ള വെള്ളവും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. അപ്പം പല വീടുകളിലും ഈ ഏരിയയിലുള്ള വീടുകളിലെല്ലാം ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇത് നമുക്ക് ഫിൽറ്റർ വെച്ച് നമുക്ക് ഇതെല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് ഇന്നത്തെ വർക്ക് നമുക്ക് കാണാം. ഇപ്പൊ നമുക്ക് നമ്മുടെ ഫാക്ടറിയിലേക്ക് പോവാം. അവിടെ ഒരു 19 ഒരു ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന് സർവീസോ കാര്യങ്ങളോ ഒന്നോ കിട്ടുന്നില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോ സർവീസിന് വിളിച്ചാണ്. നമ്മുടെ ക്ലയന്റ് തന്നെയാണ് അതിന്റെ ഓണർ. അപ്പൊ ഓൾറെഡി നേരത്തെ അവിടെ ഫിൽട്രേഷൻ ചെയ്തിരുന്നതാണ്. അപ്പം നമ്മളിപ്പോ അതിന്റെ മീഡിയാസ് എല്ലാം മാറ്റി പുതിയത് ഫില്ല് ചെയ്ത് നമ്മുടെ ഒരു വെസലും കൂടെ ആഡ് ചെയ്യലാണ് ഇന്നത്തെ പരിപാടി. അപ്പൊ നമുക്ക് സൈഡിലേക്ക് പോവാം. ബാക്കി കാഴ്ച നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. നമ്മൾ ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഭയങ്കര നോയ്സ് ആണ് ഇവിടെ. അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ ഫിൽറ്റർ വരുന്നത്. 19 ഒരു വെസലാണ്. നമ്മൾ അതിനകത്തുള്ള മീഡിയാസ് മുഴുവൻ മാറ്റിയിട്ട് പുതിയ ഫില്ല് ചെയ്യും. എന്നിട്ട് നമ്മുടെ 13-14 വെസല് നമ്മളിപ്പോ ഇതിനകത്ത് ആഡ് ചെയ്യും ഇതിന്റെ കൂടെ. ഇവിടെ അയണ്ട പ്രശ്നമാണ്. ഇവര് ജസ്റ്റ് ഒരു ഫിൽട്രേഷൻ നേരത്തെ ചെയ്തതാണ്. ഇപ്പൊ പ്രോപ്പർ ആയിട്ട് അത് ചെയ്യുവാണ്. അപ്പൊ ബാക്കി കാര്യങ്ങൾ നമുക്ക് വർക്ക് നടക്കുന്നതിന്റെ കൂടെ കാണാം. ഓക്കെ, ഇതാണ് നമ്മുടെ കമ്പനി വരുന്നത്. കുറച്ചുകൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്ക് കമ്പനിയുടെ കാര്യങ്ങളൊക്കെ കുറച്ചങ്ങോട്ട് പോകുമ്പോ നമ്മൾ വർക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് പതുക്കെ ബാക്കി ഇതിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ മീഡിയ പുറത്തെടുത്തോണ്ടിരിക്കുകയാണ്. ഫുള്ള് ബ്ലോക്കാണ് അതിനകത്ത്. കാർബൺ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല അഴുക്കുള്ള സ്ഥലമാണ്. ഇവിടെ ഒരു ബാഗ് ഫിൽറ്ററൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് നോക്കാം, എടുത്തട്ടെ അങ്ങനെയാണ്. ഈ മീഡിയയുടെ അവസ്ഥയാണ് ഫ്രണ്ട്സ് നിങ്ങൾ കാണുന്നത്. സൈലക്സ് പോലും ബ്ലാക്ക് കളറായിപ്പോയി. നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയായിപ്പോയി. അത്രയും അഴുക്കൂടെ പിടിച്ചിട്ടുണ്ട്. ഫുള്ള് കാർബൺ മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇതാണ് സിംഗിൾ വെസൽ വെക്കുമ്പോഴുള്ള പ്രശ്നം. നമുക്ക് ബാക്കി നോക്കാം. ഫ്രണ്ട്സ്, എൻ്റെ ഫിൽട്രേഷൻ ലൈഫിൽ ഞാൻ ഇത് കണക്ക് ഇത്രയും ഇതായിട്ടുള്ളൊരു മീഡിയ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇതിൻ്റെ സൈലക്സ് വരെ ഈ കളറ് പിടിച്ചെന്ന് പറയുമ്പോഴത്തേക്കും ഇതിലെന്താണ് അവർ യൂസ് ചെയ്തേക്കുന്നത് നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ബേമാണെന്നാണ് ഞാൻ ആദ്യം ഓർത്തത്. ഇപ്പോൾ ഇത് ബേമല്ല, മുഴുവൻ കാർബൺ തന്നെയാണ്. പക്ഷേ ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ളൊരു സ്റ്റേജാണ് ഇവിടെ. ഇതുവരെ നമുക്ക് ആ വെസലിലെ സാധനം മുഴുവൻ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെ നമ്മൾ പണിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക് അതിൽ നിന്ന് വീഴുന്ന സാധനം. കണ്ടില്ലേ, അത്രയും ഇതാണ് ഇതിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇതിൽ നമ്മുടെ കണ്ടെത്തി നിന്നുള്ള കറക്റ്റ് ചെയർ വന്ന് ഇതിൽ പിടിച്ചിരിക്കുകയാണ്. സാൻഡ് എന്ന് പറയുന്ന സാധനം ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. നമുക്ക് ഫിൽട്രേഷൻ നടക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിൽ അവർ ചെയ്തിട്ടില്ല. നമ്മുടെ ഇതാണ് നമുക്കിന്ന് ഇവിടെ ചെയ്യാനുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ. നമ്മുടെ വെസലും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അതേസമയം നമ്മുടെ ഇവിടെ വെസൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്കയായിട്ട്. ഇത് ഇൻസ്റ്റാളേഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ പഴയ വെസലാണോ ഇതെന്ന് നിങ്ങൾ തന്നെ പറ. നല്ല അടിപൊളിയായിട്ട് നമ്മളിത് ക്ലീൻ ആക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വഴിയെ കാണാം. ടാറ്റയുടെ 1354 വെസലാണിത്. ഇതാണ് നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ. ഇതാണ് നമ്മുടെ ഫിൽറ്റർ നമ്മൾ പുതിയ ഇൻസ്റ്റാൾ ചെയ്യാൻ നമ്മുടെ 1354. അപ്പം ഇതിനകത്ത് നമ്മൾ മൾട്ടിമീഡിയ ഫിൽറ്ററായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മളൊരു അയൺ റിമൂവറും ആക്കും. ആ ഒരു രീതിയിലാണ് ചെയ്യാൻ പോണത്. ബാക്കി നമുക്ക് കാണാം. അപ്പം നമ്മുടെ മീഡിയാസാണ് ഈ കാണുന്നതെല്ലാം. നമ്മളിതെല്ലാം ഫില്ല് ചെയ്യാൻ പോകണം ഓരോന്നായിട്ട്. അയൺ റിമൂവർ നമ്മുടെ വണ്ടിയിലിരിപ്പുണ്ട്. അത് ഈ വെസലിനുള്ളതാണ്. അപ്പോഴത്തേക്കും അത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഫില്ലിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, നമുക്ക് ഫില്ല് ചെയ്തിട്ട് കാണാം.
നമ്മുടെ 1354-ൻ്റെ മൾട്ടി ഫിൽറ്റർ നമ്മൾ റീഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫില്ലിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതേ നമ്മൾ നേരത്തെ ഇവിടെ ഇരുന്നിരുന്ന 1054 ഫില്ല് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ അയൺ റിമൂവർ അവിടെ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം കാറ്റലക്സ് എന്ന് പറയുന്ന ജർമ്മൻ മീഡിയയാണ് നമ്മൾ അയൺ റിമൂവറായിട്ട് യൂസ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് ഫില്ല് ചെയ്തിട്ട് കാണാം. നമ്മുടെ വർക്ക് കഴിഞ്ഞായിരുന്നു, അപ്പോഴത്തേക്കും മഴ പെയ്തു. അപ്പോൾ 2 വെസലും നമ്മൾ സെറ്റ് ചെയ്തു. മഴ പെയ്തേക്കാണ്. ഇപ്പൊ നമ്മൾ ബാക്ക് വാഷ് ചെയ്യാൻ പോവാണ്. നോക്കാം നമുക്ക്. ഇവിടെ മൊത്തം മഴയാണ്. അപ്പൊ നമുക്ക് ബാക്ക് വാഷ് ബാക്കി പരിപാടി ചെയ്യാൻ പോവാണ് നമ്മള്. അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ ഇതിലേക്കുള്ള ബാക്ക് വാഷ് നമ്മൾ വാൽവ് തിരിച്ചു വെക്കുവാണ്. എന്നിട്ട് നമ്മുടെ ലൈൻ ഇൻലെറ്റ് ലൈൻ ഓപ്പൺ ചെയ്യുകയാണ്. നമുക്ക് ബാക്ക് വാഷ് നോക്കാം. വെള്ളം ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ബാക്ക് വാഷ് നമുക്ക് നോക്കാം. ഇതിലെ നമ്മുടെ ബാക്ക് വാഷ് ചെയ്യുന്ന വെള്ളം വരുന്നതായിരിക്കും. നമ്മുടെ മൾട്ടിമീഡിയ ഫിൽറ്റർ ആണിത്. കാർബണും സാൻഡും എല്ലാം മിക്സ്ഡ് ആയതുകൊണ്ടാണ് ഇപ്പൊ 2 രീതിയിലുള്ള കളറും ഇപ്പൊ ഇതിൽ വരുന്നുണ്ട്. ഇപ്പൊ ഇത് ക്ലിയർ ആയി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പൊ നമ്മള് എല്ലാം കണക്ട് ചെയ്ത് നമ്മുടെ ഔട്ട് നോക്കുവാണ്. നല്ല അടിപൊളി ക്ലിയർ ആയിട്ടുണ്ട് നമ്മുടെ വെള്ളം. അപ്പൊ നമുക്ക് ഈ അടുത്ത സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ബാക്കി പരിപാടിയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, നമ്മുടെ വർക്ക് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇത് നമ്മളൊരു സാൻഡിങ് കാർബണായിട്ടുള്ള മൾട്ടി ഫിൽറ്റർ ആണ്. നമ്മൾ സാൻഡാണ് പക്ഷെ സ്റ്റിക്കർ കൊണ്ടുവന്നത്. ഇത് നമ്മുടെ അയൺ റിമൂവറുമാണ്. അപ്പൊ വർക്ക് ഓക്കെയാണ്. ഇനി നമുക്ക് അവിടെ ഒരു ഡോസിങ് കൂടെ കൊടുക്കാറുണ്ട്. ഈ പാടത്തു നിന്ന് അടിക്കുന്ന വെള്ളമായതുകൊണ്ട് നമുക്കൊരു ഡോസിങ് കൂടെ അവിടെ കണക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അടുത്ത ദിവസം നമ്മൾ ആ ഡോസിങ് കൂടെ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയൊരു വർക്കുമായിട്ട് അടുത്തതിൽ കാണാം.